40 വയസ്സ് പ്രായമായ ഇടം മുതൽ 23 വർഷക്കാലത്തിനിടക്ക് ഒരു സാധാരണ മനുഷ്യനായിരുന്നു എങ്കിൽ ഹബീബായ നബി തങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ലോകത്ത് ചെയ്യാൻ കഴിയുമായിരുന്നു. എത്ര ആൾ 40 വയസ്സായവർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഈ സദസ്സിലുണ്ട്. 20, 23, 30, 40 കൊല്ലം ഒരു മഹലിൽ ജോലി ചെയ്താൽ ആ മഹല് നന്നാക്കാൻ പറ്റാറുണ്ടോ? നമുക്ക് ഒരു മഹല് 40 കൊല്ലം കൊണ്ട് നന്നാക്കാൻ പറ്റാറുണ്ടോ? പുണ്യനിബിതങ്ങൾ 23 കൊല്ലങ്ങൾ കൊണ്ട് ബിംബാരാധനയിൽ മുഴുകിയിരുന്നൊരു സമൂഹത്തെ മാത്രമല്ല, റോമൻ, പേർഷ്യൻ, യമൻ, സിറിയൻ സംസ്കാരങ്ങളെ മുഴുവനും ഉടച്ചു വാർത്തില്ലയോ? തൗഹീദിൻ്റെ രാജവീതിയിലേക്ക് കൊണ്ടുവന്നില്ലയോ? ഇങ്ങനെ ഒരു സൗഭാഗ്യം സാധ്യമായത് മാത്രമല്ല, തങ്ങളുടെ കൂടെ ജീവിച്ച, ഹബീബിൻ്റെ കൂടെ കഴിഞ്ഞ, ഹബീബിൻ്റെ ഉറ്റമിത്രങ്ങളായിരുന്നവർ പോലും, ഹബീബിനേക്കാൾ പ്രായമുണ്ടായിരുന്നവർ പോലും യാ റസൂലല്ലാഹ് എന്ന് സ്വന്തം ഹബീബിനെ പേര് വിളിക്കാതെ റസൂലുള്ളാഹ് എന്ന് വിളിക്കണമെങ്കിൽ ആ വ്യക്തിത്വം എങ്ങനത്തെ വ്യക്തിത്വമായിരുന്നു? നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ കൂടെ നമ്മുടെ സമപ്രായക്കാരില്ലേ? ഒരാൾ ഞാൻ നബിയാന്ന് പറയാൻ, ആ മനുഷ്യൻ ഞാൻ VIP എന്ന് പറയാൻ, എനിക്ക് കറാമത്തുണ്ടെന്ന് ഒരാൾ പറയാൻ, ആ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ അധിനിവേശം ആർക്കെങ്കിലും ഉണ്ടാവോ? എത്ര പേർക്ക് കാണും? എത്ര പേർ? ഖദീജ ബീവിയിൽ നിന്ന് തുടങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ എന്നവർ, അലിയാർ തങ്ങൾ, 5 പേർ. അവിടെ നിന്ന് തുടങ്ങിയ യാത്ര 23ാമത്തെ കൊല്ലം ഒരു ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ഇല്ലാതിരുന്ന കാലമെന്ന് ആലോചിക്കണം. ഹബീബിൻ്റെ അവസാനത്തെ ഹജ്ജത്തുൽ വിദായിൽ അവിടത്തോടുകൂടെ ഹജ്ജ് ചെയ്യാൻ വന്നത് 1,23,000. 5 തുടങ്ങിയതാ, 1,23,000. 24,000 ഉണ്ടായിരുന്നു എന്നാ, പക്ഷേ അവർക്ക് ഹജ്ജിന് വരാൻ പറ്റിയിരുന്നില്ല. 1,24,000 സ്വഹാബിമാർ അന്ന് ഹബീബിന് മക്കയിലും മദീനയിലും പരിസരത്തുമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന മുഴുവൻ അംബിയാഇൻ്റെയും എണ്ണമാണ് 1,24,000. അത്ര സ്വഹാബിമാർ അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു സാധാരണ വ്യക്തിക്ക് കഴിയുമോ? സ്വന്തം ഉപ്പയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിക്കുന്നത് എൻ്റെ ഉപ്പ എന്നല്ല. സ്വന്തം ഭർത്താവിനെ യാ സൗജി എന്നല്ല ആയിഷ ബീവി വിളിക്കുന്നത്, സഫിയ ബീവി വിളിക്കുന്നത്, ഹഫ്സ ബീവി വിളിക്കുന്നത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ. ആർക്കങ്ങനെ ആ ഒരു ബഹുമാനം എങ്ങനെ ഹബീബിന് ലഭിച്ചു? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഹബീബിനേക്കാൾ 15 വയസ്സ് മുതിർന്ന മഹദി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരേ. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ എളാപ്പയാണ്. അബ്ബാസ് എന്നവർ നബി തങ്ങളുടെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ജനിച്ച മോനാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ തങ്ങളുടെ എളാപ്പയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഏതാനും മാസങ്ങളുടെ വ്യത്യാസമുണ്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. ആരോ ചോദിച്ചു, അബ്ബാസ് എന്നവരെ നിങ്ങളാണോ മുതിർന്നത്, അല്ല റസൂലുള്ളാഹിയാണോ, ആരാണിതിൽ മൂത്തത്, ആരാ മുതിർന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു വിചിത്രമായൊരു മറുപടി കൊടുത്തു. ഹുവ അക്ബറു മിന്നി, എന്നെക്കാൾ വലുത് റസൂലുള്ളാഹി തന്നെയാണ്. വലാകിൻ വുലിത്തു ഖബ്ലഹു, പക്ഷേ ഞാൻ ജനിച്ചത് അവർക്ക് മുമ്പാണ്. ഞാൻ ജനിച്ചത് നബിക്ക് മുമ്പാണ്, പക്ഷേ എന്നെക്കാളും വലുത് നബി തങ്ങൾ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആദരവ് ഒരു എളാപ്പ സ്വന്തം സഹോദരൻ്റെ മകന് വക വെച്ച് കൊടുക്കണമെങ്കിൽ, ഹംസ റളിയല്ലാഹു അൻഹു, വീരശൂരനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് എന്നല്ലാതെ ഹബീബിനെ വിളിക്കുമായിരുന്നോ? സിദ്ദീഖ് തങ്ങളും നബിതങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുവും 3 പേരാണ് പരിശുദ്ധമായ പച്ച കൊബ്ബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയുടെ റൗള എന്ന് പറയുന്ന അൽ ഹുജ്റത്തു ഷരീഫയിൽ. 3 പേരും വഫാത്താകുന്നത് 63ാമത്തെ വയസ്സിലാണ്. തങ്ങൾ 63, സിദ്ദീഖ് എന്നവർ 63, ഉമർ തങ്ങളും 63. നോക്കണേ, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം നോക്കണേ. തോളിൽ പിടിച്ച് നടന്നിരുന്ന 3 പേരും
പുണ്യനബി പറയുമായിരുന്നു, ഹാക്കദാ യദ്ഖുലു സലാസതുനൽ ജന്ന, നമ്മൾ ഇതുപോലെ തോളിൽ പിടിച്ച് 3 പേരും സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞ വാക്ക് അന്വർത്ഥമായത് നോക്കൂ. ഹബീബിൻ്റെ ഖബറിൻ്റെ തൊട്ടരികത്ത് 2 പേരാ കിടക്കുന്നത്. ഈ സിദ്ദീഖ് എന്നവരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. സ്നേഹമാണ് അവിടെ കൊണ്ടെത്തിച്ചത്, മഹബ്ബത്താണ് അവിടെ കൊണ്ടുവന്നെത്തിക്കുന്നത്. തോളോട് തോൾ ചേർന്ന് നിന്ന് ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ, ഹബീബിൻ്റെ കൂടെ നിന്ന് ഷെയ്ഖാൻ എന്ന് സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞാൽ, സ്വഹാബികളിലെ ഷെയ്ഖാൻ എന്ന് പറയുന്നത് സിദ്ദീഖ് എന്നവർ ഒരു ഷെയ്ഖ്, ഉമർ എന്നവർ മറ്റൊരു ഷെയ്ഖ്. മഹാന്മാരായ 2 അമീറുൽ മുഅ്മിനുമാർ ഹബീബിൻ്റെ കൂടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. റളിയല്ലാഹു അൻഹും വസല്ലല്ലാഹു അലാ ഹബീബിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം.